ഹലോ, ടുഡേയ്സ് ടോപ്പിക് നീ അലൈൻമെൻറ്റിനെ പറ്റി സംസാരിക്കാനാണ്. അതായത് തേയ്മാനം വന്നാൽ നമുക്ക് ഒന്നെങ്കിൽ മുട്ട് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ മുട്ടിൻ്റെ വളവ് നേരെയാക്കാം. സോ അതിൻ്റെ ഡിഫറൻസസിനെ പറ്റി സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വണ്ടിയുടെ ടയർ അലൈൻമെൻറ്റ് തെറ്റിയാൽ എന്താ പറ്റുക? ഒരു ഭാഗം തേഞ്ഞു പോവുക. സെയിം വേ മുട്ടിൻ്റെ അലൈൻമെൻറ്റ് മാറിയാൽ നമ്മളുടെ എല്ലുകൾ തേയ്മാനം വരാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ, തുടയുടെ എല്ലും താഴത്തെ എല്ലും തമ്മിൽ വളഞ്ഞെന്ന് വെച്ചോ, നമ്മുടെ ഉൾഭാഗത്ത് എല്ലുകൾ തമ്മിൽ ഉറയാൻ തുടങ്ങും. അത് തേയ്മാനമായി മാറും. സോ നേരത്തെ നമ്മൾ മുട്ട് മാറ്റി വയ്ക്കുന്ന ഒരു സർജറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മുട്ട് റീഅലൈൻമെൻറ്റ്, വളവ് കണ്ടുപിടിച്ചിട്ട് എല്ല് നേരെയായാൽ ആ തേയ്മാനം മാറാൻ തുടങ്ങും. സോ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാം? ഫസ്റ്റ് നമുക്കിതിൽ പ്രത്യേക ടൈപ്പ് എക്സസൈസ് ഉണ്ട്. മീനിങ് എനിക്ക് അളവെടുക്കണം. തുടയുടെ എല്ല് വളഞ്ഞാൽ മുട്ട് വളയും, താഴത്തെ എല്ല് വളഞ്ഞാൽ മുട്ട് വളയും. എല്ല് വളഞ്ഞിട്ട് എവിടെ നിന്നാണ് എനിക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് നമ്മൾ പ്രത്യേക ടൈപ്പ് സർജറി ചെയ്തിട്ട് ആ വളവ് നമ്മൾ നേരെയാക്കും. സോ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ? നമുക്ക് ടോട്ടൽ നീ റിപ്ലേസ്മെൻറ്റ്, മുട്ട് മാറ്റി വയ്ക്കാനില്ല. നമ്മുടെ ഒറിജിനൽ നീ തന്നെ നമ്മൾ നേരെയാക്കാം. സോ ഇതിൽ പല രീതികളുണ്ട് ചെയ്യാൻ. ഞാൻ ബ്രോഡായിട്ടൊരു കൺസെപ്റ്റാണ് പറഞ്ഞാൽ, നമുക്ക് ഒന്നെങ്കിൽ അകത്തുനിന്ന് പ്ലേറ്റും സ്ക്രൂ വെച്ച് ഉറപ്പിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് പ്രത്യേക ടൈപ്പ് ഫിക്സേറ്റർ വെച്ചിട്ട് നമുക്ക് എല്ലിൻ്റെ വളവ് നേരെയാക്കാം. ബട്ട് അതൊരു ഓൺ ഡിസ്കഷനാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് അത് ചെയ്യാം. പിന്നെ എനിക്ക് രണ്ടാമത് കിട്ടുന്നൊരു ചോദ്യം, ഡോക്ടറെ കുറേ റെസ്റ്റ് വേണ്ടി വരുമോ? നോ, റെസ്റ്റ് വേണ്ടി വരില്ല. നമുക്ക് നടക്കാം. ബട്ട് വളവ് നേരെയാക്കിയ കാലിൻ്റെ വെയിറ്റ് വരാൻ ഏകദേശം 3 months വേണം. നമ്മൾ നടത്തിക്കും, വാക്കർ പിടിച്ച് നമ്മൾ നടത്തിക്കും. നോർമൽ കാല് കുത്തിയിട്ട് വാക്കർ പിടിച്ച് നടക്കും. ബട്ട് നമുക്ക് മുട്ട് മടക്കാം. നമ്മൾ ചെയ്ത കാലിൻ്റെ സർജറി കഴിഞ്ഞ കാലിൻ്റെ നമുക്ക് മുട്ട് മടക്കുന്ന നിർത്തും ചെയ്യാം. കാല് കുത്താൻ ഏകദേശം 3 months വേണം. പിന്നെ ഫൈനലായിട്ട് കിട്ടുന്നൊരു ചോദ്യം, ഡോക്ടർ ഈ സർജറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവുമോ? ഇല്ല, പെയിൻ ഉണ്ടാവില്ല. ഞാൻ സാധാരണ പുറത്തുള്ള കമ്പി വെച്ചിട്ടാണ് അത് ചെയ്യാം. സോ ആകെ ഒരു ചെറിയ മുറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. 1 സ്റ്റിച്ച് അല്ലെങ്കിൽ 2 സ്റ്റിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ യൂഷ്വലി അങ്ങനെ പെയിൻ വരാറില്ല. പിന്നെ ഇത് ഉറപ്പിച്ചുള്ള കാരണം ഉറപ്പിച്ചുള്ള കാരണം അധികം സിവിയർ പെയിൻ ഉണ്ടാവില്ല. സോ ഇൻ കൺക്ലൂഷൻ, തേയ്മാനം വന്നാൽ ഡെഫിനറ്റ്ലി ഫിസിയോതെറാപ്പി, വെയ്റ്റ് റിഡക്ഷൻ ഒക്കെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് റീഅലൈൻമെൻറ്റ്, അതായത് ആ വളവ് നേരെയാക്കുന്ന കാര്യം നമ്മൾ നോക്കണം. 2 രീതിയിൽ അത് ചെയ്യാം. ഒന്നുകിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ മുട്ട് നേരെയാക്കുന്ന സർജറി. ഇൻ ജനറൽ ഞാൻ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കുറച്ച് ഓൾഡ് ആൾക്കാർക്കാണ് ചെയ്യാം. ഇപ്പോൾ 70-75 വയസ്സുള്ള ആൾക്കാർക്കാണ് ചെയ്യാം. ഈ റീഅലൈൻമെൻറ്റ് സർജറി ഞാൻ കുറച്ചുകൂടി യങ് ഏജ്, അതായത് ഒരു 65 ബിലോ ചെയ്യാം. താങ്ക് യു.